20 വർഷങ്ങൾക്ക് മുൻപ് ക്രിസ്തുവിന്റെ പീഡാസഹനങ്ങളുടെയും കുരിശുമരണത്തിന്റെയും തീവ്രത വെള്ളിത്തിരയിലെത്തിച്ച മെൽ ഗിബ്സൺ വീണ്ടും ആ ചരിത്രത്തിലേക്ക് ക്യാമറ തിരിക്കുകയാണ്. ദി റെസറക്ഷൻ ഓഫ് ദി ക്രൈസ്റ്റ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ മെഗാ പ്രൊജക്ട് 2 ഭാഗങ്ങളായാണ് പ്രേക്ഷകരിലേക്ക് എത്തുക. ആദ്യ ഭാഗം 2027 മെയ് 6-നും രണ്ടാം ഭാഗം 2028 മെയ് 25-നും തിയേറ്ററുകളിൽ റിലീസ് ചെയ്യും. എന്നാൽ ചിത്രം പൂർത്തിയാക്കുക എന്നത് കടുത്ത ആത്മീയ പോരാട്ടമാണെന്നാണ് അണിയറ പ്രവർത്തകരുടെ വെളിപ്പെടുത്തൽ. ചിത്രം നിർമ്മിക്കുന്നത് തടയാൻ പിശാച് സർവ്വശക്തിയുമെടുത്ത് പൊരുതുന്നുണ്ടെന്ന് മെൽ ഗിബ്സൺ തന്നോട് പറഞ്ഞതായി ചിത്രത്തിന്റെ തിരക്കഥാകൃത്ത് റാൻഡൽ വാലസ് ഓർത്തെടുക്കുന്നു. ക്രിസ്തുവിന്റെ മരണത്തിന്മേലുള്ള വിജയത്തിന്റെ കഥ ലോകത്തോട് പറയുന്നത് തടയാൻ വലിയ പ്രതിബന്ധങ്ങളാണ് നിർമ്മാണ വേളയിൽ ഉണ്ടാകുന്നത്. മെൽ ഗിബ്സണെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സാധാരണ സിനിമാ നിർമ്മാണം മാത്രമല്ല, മറിച്ച് കഴിഞ്ഞ 20-ലേറെ വർഷങ്ങളായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന വലിയൊരു നിയോഗമാണ്. മനുഷ്യചരിത്രത്തിലെ തന്നെ ഏറ്റവും മഹത്തായ കഥയാണിതെന്നും ഒരു കലാകാരനെന്ന നിലയിലും സംവിധായകനെന്ന നിലയിലും തന്റെ പൂർണ്ണ സമർപ്പണം ഈ ചിത്രത്തിന് ആവശ്യമാണെന്നും ഗിബ്സൺ വ്യക്തമാക്കുന്നു. ലോകമെമ്പാടുമുള്ള സിനിമാ ലോകം വലിയ പ്രതീക്ഷയോടെയാണ് ഈ ചിത്രത്തിനായി കാത്തിരിക്കുന്നത്. ക്രിസ്തുവിന്റെ ഉത്ഥാനത്തിന്റെ ശക്തിയും പ്രത്യാശയും വീണ്ടും കോടിക്കണക്കിന് മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്ക് എത്തിക്കാൻ ഈ 2 ചിത്രങ്ങൾക്കും കഴിയുമെന്നാണ് അണിയറ പ്രവർത്തകരുടെ പ്രതീക്ഷ. ചലച്ചിത്ര ലോകത്ത് പുതിയൊരു ചരിത്രം കുറിക്കാൻ പോകുന്ന ദി റിസറക്ഷൻ ഓഫ് ദി ക്രൈസ്റ്റ് എന്ന ചിത്രത്തിനായി ഹോളിവുഡും ആഗോള ചലച്ചിത്ര പ്രേമികളും വിശ്വാസികളും വലിയ ആവേശത്തോടെയാണ് കാത്തിരിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെഖൈന ന്യൂസ്.